ശബരിമലയിലെ സ്വർണ്ണപ്പാളിയും വിവാദങ്ങളും ഒക്കെയാണല്ലോ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കേരളത്തിലെ പല വിഗ്രഹ മോഷണ കേസുകളിലും സ്ഥിരമായി കേൾക്കുന്ന ഒരു പേരാണ് ഇറിഡിയം. കോടികൾ വിലമതിക്കുന്ന അമാനുഷിക ശക്തിയുള്ള ലോഹമാണിതെന്ന് പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. വാസ്തവത്തിൽ ഇറിഡിയത്തിന് അത്ഭുത ശക്തിയുണ്ട്. നോക്കാം. ഇറിഡിയം എന്ന ലോഹം സൗഭാഗ്യം നൽകുമെന്നാണ് വിശ്വാസം. എന്നാൽ ഇതുവരെ കേട്ട കഥകൾ അനുസരിച്ച് ഇറിഡിയം സൗഭാഗ്യമല്ല, മറിച്ച് ദൗർഭാഗ്യമാണ് നൽകിയിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ സ്റ്റേഡിയത്തിലെ താഴികക്കുടത്തിലെ ഇറിഡിയം വീണ്ടെടുക്കാനായി വാച്ചറെ കൊലപ്പെടുത്തി. താഴികക്കുടം ഉരുക്കി നോക്കിയെങ്കിലും ഇറിഡിയം ലഭിച്ചില്ല. പകരം അല്പം സ്വർണം മാത്രം ലഭിച്ചു. ചെങ്ങന്നൂരിൽ ഇറിഡിയം ഉണ്ടെന്ന വിശ്വാസം മൂലം താഴികക്കുടം മോഷ്ടിച്ച മറ്റൊരു സംഭവമുണ്ട്. സത്യത്തിൽ ഇതുവരെ ഈ ഭാഗ്യാന്വേഷികൾക്ക് ഇറിഡിയം ലഭിച്ചിട്ടില്ല. എന്നിട്ടും അവർ ഇറിഡിയത്തിനായുള്ള അന്വേഷണം തുടരുകയാണ്. അത്ഭുത സിദ്ധി ഇല്ലെങ്കിലും ഇറിഡിയത്തിന് സ്വർണത്തെക്കാൾ വിലയുണ്ട്. ലാബ് ആവശ്യങ്ങൾക്ക് വാങ്ങിക്കുന്ന ഇറിഡിയത്തിന് ഗ്രാമിന് 7000 മുതൽ 9000 രൂപ വരെയാണ് വില വരുന്നത്. സ്വർണം പോലെ പവൻ കണക്കിൽ പറഞ്ഞാൽ 8 ഗ്രാമിന് 56,000 രൂപയ്ക്ക് മുകളിൽ വില വരും. നിലവാരവും ആവശ്യവും അനുസരിച്ച് വിലയിലും ഏറ്റക്കുറച്ചിലുണ്ട്. പ്ലാറ്റിനം, ഇറിഡിയം, സ്വർണം എന്നിവ ഒരേ വിഭാഗത്തിൽപ്പെട്ട ലോഹങ്ങളാണ്. സാന്ദ്രതയിൽ 2ാം സ്ഥാനം ഇറിഡിയത്തിനാണ്. ഓസ്മിയമാണ് സാന്ദ്രത കൂടിയ ലോഹം. സ്പാർക്ക് പ്ലഗ് പോലുള്ള ഇലക്ട്രിക്കൽ ഉപകരണ ഭാഗങ്ങളിലും തീപിടുത്ത സാധ്യത കുറയ്ക്കാൻ ഇറിഡിയം ഉപയോഗിക്കുന്നുണ്ട്. ലോഹം എന്ന നിലയിൽ ഇറിഡിയത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്, പെട്ടെന്ന് തീപിടിക്കില്ല. അതിനാൽ തന്നെ ബഹിരാകാശ പേടകത്തിലും മറ്റ് ബഹിരാകാശ യാത്രയ്ക്കുള്ള ഉപകരണങ്ങളിലും ഒക്കെ ഇറിഡിയമുണ്ട്. പറഞ്ഞു വരുന്നത് അത്ര കേമനാണ് ഇറിഡിയം എന്നാണ്. മറ്റു രാസവസ്തുക്കളുമായി സമ്പർക്കമുണ്ടായാലും കാര്യമായ മാറ്റമുണ്ടാകാത്ത ഒരു ലോഹം കൂടിയാണ്. സ്വർണവും ഇതേ രീതിയിലുള്ള ലോഹമാണ്. പക്ഷേ ഇരുമ്പ് പോലുള്ള ലോഹങ്ങൾ ഓക്സിജനുമായും ലവണങ്ങളുമായും സമ്പർക്കമുണ്ടാകുമ്പോഴും ഉയർന്ന താപനിലയിലും തുരുമ്പ് പിടിച്ച് മാറ്റങ്ങൾ സംഭവിക്കും. ഇറിഡിയം തുരുമ്പിനെ വളരെയധികം പ്രതിരോധിക്കുന്ന ലോഹമാണ്. ഉയർന്ന താപനിലയിൽ പോലും ഇറിഡിയം തുരുമ്പിടിക്കില്ല. 2446 ഡിഗ്രി ചൂടിൽ മാത്രമേ ഇത് ഉരുകൂ. പ്ലാറ്റിനത്തിന്റെയും ചെമ്പിന്റെയും കൂടെ ഇറിഡിയം മണ്ണിനടിയിൽ കാണാറുണ്ട്. ഓസ്മിയത്തിന്റെയും ഇറിഡിയത്തിന്റെയും സങ്കര രൂപവും കാണാറുണ്ട്. ഇരുമ്പും ചെമ്പുമെല്ലാം ആസിഡുകളിലിട്ടാൽ ലയിക്കും. സ്വർണവും ഇറിഡിയവും ഒന്നും സാധാരണ ആസിഡിൽ ലയിക്കാറില്ല. അതിനാലാണ് നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിശ്രിതമായ അക്വ റേജിയ സംവിധാനത്തിലൂടെ ഇത്തരം ലോഹങ്ങളെ ശുദ്ധീകരിക്കുന്നു. 1803 അക്വ റേജിയ സംവിധാനത്തിൽ ചില ലോഹങ്ങളേറ്റപ്പോൾ അത് പൂർണ്ണമായി ലയിച്ചില്ല. ആദ്യം കാർബൺ ആണെന്നാണ് ഗവേഷകർ കരുതിയത്. പിന്നീട് അത് ഓസ്മിയവും ഇറിഡിയവുമാണെന്ന് തിരിച്ചറിഞ്ഞു. ചെമ്പും നിക്കലും ഖനനം ചെയ്ത് ശുദ്ധീകരിക്കുമ്പോൾ കിട്ടുന്ന ഉപ ഉൽപ്പന്നമാണ് ഇറിഡിയം.